Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. PDT കാണാമോ? Good afternoon. Yes, നമ്മുടെ healthcare system next വരുന്നത് hospital functions ആണ്. Hospital functions. Hospital function നമ്മൾ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് intramural ആൻഡ് extramural. Intramural ആൻഡ് extramural. എന്താണ് intramural എന്ന് പറയുന്നത്? Service within the wall of hospital. Service within the wall of hospital ആണ് the intramural. എന്താണ് within the wall of hospital എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിൽ അകത്ത് കൊടുക്കുന്ന സേവനങ്ങളാണോ പുറത്ത് കൊടുക്കുന്ന സേവനങ്ങളാണോ? എന്താണ് അകത്ത് അല്ലെ? within the wall of hospital. ഹോസ്പിറ്റലിനകത്തുള്ള ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ അല്ലെ? അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്താണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നത് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്താണ്? എക്സ്ട്രാമ്യൂറൽ സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ അല്ലെ? പുറത്ത് നടക്കുന്ന സർവീസസുകളാണ് എക്സ്ട്രാമ്യൂറൽ സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഇപ്പൊ ഇൻട്രാമ്യൂറലിലും എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസിന്റെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് നോക്കാം. ക്ലിയർ ആണോ? എക്സ്ട്രാമ്യൂറൽ എന്താണ്, ഇൻട്രാമ്യൂറൽ എന്താണെന്ന് ക്ലിയർ ആണോ? യെസ്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ ഇത് വരുന്നതാണ് റീസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ്, education, research. Restorative. Restorative എന്ന് പറഞ്ഞാൽ എന്താ? പുനഃസ്ഥാപനം, സ്ഥാപിക്കുന്ന സർവീസസുകളാണ് അകത്ത് നടക്കുന്ന സർവീസ് അല്ലെ? ആരോഗ്യം വീണ്ടെടുക്കുന്ന നൽകുന്ന പ്രവർത്തനങ്ങൾ. ഏതൊക്കെ സർവീസസ് അതിൽ ഉൾപ്പെടാം? ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ്, കെയർ ഓഫ് എമർജൻസീസ്. ഡയഗ്നോസിസ് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പേജ് നമ്പർ 7. പേജ് നമ്പർ 7. Diagnostic. These consist of the inpatient service involving medical, surgical and other specialties and special diagnostics. Diagnosis എന്തൊക്കെയാണ് വരുന്നത്? ഡയഗ്നോസിസിൽ inpatient services അല്ലെ? Inpatient services ഏതൊക്കെയാണ്? മെഡിക്കൽ സർവീസ്, സർജറിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസിസ്. നമുക്കറിയാം ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ അതിന്റെ ഡയഗ്നോസിസിന്റെ ഏതൊക്കെ സ്പെഷ്യാലിറ്റീസ് വരുന്നുണ്ട്? സ്പെഷ്യാലിറ്റീസ് ട്രീറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? സ്പെഷ്യൽ ഡയഗ്നോസിസ് ഏതൊക്കെയാണ്? സ്പെഷ്യൽ ആയിട്ട് ഹോസ്പിറ്റലിൽ ഡയഗ്നോസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്?
സ്പെഷ്യലിസ്റ്റുകൾ വരുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? ഇല്ല. ഹോസ്പിറ്റലിൽ എന്തെല്ലാം സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ടാവും? സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഉണ്ടാവും? യെസ്, കാർഡിയോ, ഓർത്തോ, പിന്നെ കാർഡിയോളജി, ഓർത്തോ, ഓങ്കോളജി, ഡെർമറ്റോളജി, ENT, ന്യൂറോളജി, ഗൈനക്കോളജി തുടങ്ങിയ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഡയഗ്നോസും ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ന്യൂറോളജി ഒക്കെ എന്താണ് സ്പെഷ്യൽ ഡയഗ്നോസിസിൽ വരുന്നതാണ്. ഇതെല്ലാം എവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്? ഹോസ്പിറ്റലിനകത്ത് നടത്തുന്ന ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഫിസിഷ്യൻ, നെഫ്രോളജി, പീഡിയാട്രിഷ്യൻ, ഇതൊക്കെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്സ്, സ്പെഷ്യൽ ആയിട്ടുള്ള സേവനങ്ങളാണ്. ഏതിലാണ് വരുന്നത്? ഡയഗ്നോസ്റ്റിക്കിലാണ് വരുന്നത് കേട്ടോ. ഡയഗ്നോസിസിലാണ് ആരോഗ്യം വീണ്ടും നൽകുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്നത്. ക്യൂറേറ്റീവ്. എന്താണ് ക്യൂറേറ്റീവ് എന്ന് പറയുന്നത്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനസ്. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഹോസ്പിറ്റലിനകത്ത് എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയുണ്ട് അല്ലെ? ഹോസ്പിറ്റലിനകത്ത് തന്നെ എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനസ്, എല്ലാ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്സ് ഹോസ്പിറ്റലിനകത്ത് തന്നെ നടക്കുന്ന ഒരു സർവീസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ക്യൂറേറ്റീവ് എന്ന് പറയുന്നത്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനസ്. യെസ്. നെക്സ്റ്റ് വരുന്നത് റീഹാബിലിറ്റേറ്റീവ്. റീഹാബിലിറ്റേറ്റീവ് എന്താണ്? പുനരധിവാസം. റീഹാബിലിറ്റേറ്റീവ് ഏതൊക്കെ രീതിയിലാണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. എപ്പോഴാണ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് വരുന്നത്? ഹോസ്പിറ്റലിൽ റീഹാബിലിറ്റേഷൻ വരുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യമായിട്ടുള്ള പുനരധിവാസം നടക്കുന്നത് ഏത് സമയത്താണ്? റീഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താ? ഹോസ്പിറ്റലിനകത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എന്താണ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സുകൾ ഉണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേക തെറാപ്പി, ബിഹേവിയർ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ? യെസ്. നമ്മൾ കൊറോണ ഉണ്ടായ സമയത്തൊക്കെ എന്താണ് ഒരുപാട് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അതുമായി ബന്ധപ്പെട്ട്, അതായത് ക്വാറന്റൈൻ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കുറെ പേര് ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? ബുക്സിലൊക്കെ കുറെ പേര് ക്വാറന്റൈനിൽ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അടുത്തത് കെയർ ഓഫ് എമർജൻസീസ്. എന്താണ് കെയർ ഓഫ് എമർജൻസീസ്? ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. കെയർ ഓഫ് എമർജൻസീസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കെയർ ഓഫ് എമർജൻസീസ്? യെസ്, ആക്സിഡൻസ് അല്ലെങ്കിൽ എന്താണ് റോഡ് ആക്സിഡൻസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇഞ്ചറീസ് ഒക്കെ വരുന്ന സമയത്ത് കെയർ ഓഫ് എമർജൻസീസ് കൂടി എവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. യെസ്, വെരി ഗുഡ്. പോയിസണിങ്, ഇതൊക്കെ ഇതിന്റെ തീപിടുത്തങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ എമർജൻസി സിറ്റുവേഷൻസും കൂടി ആരും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിനകത്ത് സർവീസസ് ആയിട്ട് നമ്മൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹിസ്റ്റോറിയേറ്റീവ് ഫംഗ്ഷൻസിൽ വരുന്ന എന്തൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് കെയർ ഓഫ് എമർജൻസീസ്. ഓക്കെ. അടുത്തത് പ്രിവെന്റീവ് ഫംഗ്ഷൻ. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ തന്നെ വരുന്നതാണ്. ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന സർവീസ് ആണ് പ്രിവെന്റീവ് ഫംഗ്ഷൻ. ഇതാണ് പ്രിവെന്റീവ് എന്ന് പറയുന്നത്. പ്രിവെന്റീവ്
പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തടയുക അല്ലെ, നിരോധിക്കുക. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്താണ്? നോർമൽ പ്രഗ്നൻസീസിന്റെയും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിന്റെയും സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുക. അത് പ്രിവെന്റീവ് ഫംഗ്ഷനിലാണ് അല്ലെ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. സാധാരണ ഗർഭധാരണങ്ങളുടെയും അതേപോലെ തന്നെ എന്താണ് ചൈൽഡ് ബർത്ത് പ്രസവത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നത് പ്രിവെന്റീവ് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ സാധാരണ വളർച്ചയുടെയും വികാസത്തിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മേൽനോട്ടം. അതിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ഈ സൂപ്പർവിഷൻ ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റില് നമ്മൾ ഹോസ്പിറ്റലിലെ വാക്സിനേഷൻസിനൊക്കെ പോവാറില്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? 5 വയസ്സില്, 10 വയസ്സില്, 15 വയസ്സിലൊക്കെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. വെയിറ്റ് ഒക്കെ നോക്കാറുണ്ട്, ഹൈറ്റ്. യെസ്, ഏത് ഫംഗ്ഷൻസിലാണ് വരുന്നത്? പ്രിവെന്റീവ് ഫംഗ്ഷൻസിലാണ്. കുട്ടികളുടെ നോർമൽ വെയിറ്റും ഗ്രോത്തുമായി ബന്ധപ്പെട്ട് വരുന്ന വികാസത്തെ കുറിച്ചിട്ടുള്ള മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുന്നത് പ്രിവെന്റീവ് ഫംഗ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ്. Then control of communicable diseases, prevention of prolonged illness. Control of communicable diseases, prevention of prolonged illness. പകർച്ചവ്യാധികളുടെ നിയന്ത്രണം അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുടെ നിയന്ത്രണം. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്? ഒരു എക്സാമ്പിൾ പറയാമോ? കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കൊറോണ, നിപ്പ. എന്താണ് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ്? സാംക്രമിക രോഗങ്ങളാണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്താണ് നിപ്പ, TB ഒക്കെ, ട്യൂബർക്യുലോസിസ് ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട വിഭാഗമുള്ള രോഗങ്ങളാണ് അല്ലെ ഇതെല്ലാം തന്നെ. അതേപോലെ തന്നെ ദീർഘകാലം നിൽക്കുന്ന രോഗങ്ങൾ, പ്രോലോങ്ഡ് ഇൽനസ്. പ്രോലോങ്ഡ് ഇൽനസ് അത് ഏത് രോഗാവസ്ഥയെ പറയാം നമുക്ക്? എയ്ഡ്സ്, ക്യാൻസർ. TB പ്രോലോങ്ഡ് ഡിസീസസ് ആണോ? TB നമുക്ക് ഏകദേശം കുറച്ച് നാൾ ട്രീറ്റ് ചെയ്താൽ മാറാവുന്ന രോഗമല്ലേ? അത്തരത്തിലുള്ള സാംക്രമിക ക്യാൻസർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലല്ലോ, പ്രോലോങ്ഡ് ഇൽനസ് ആണ് നമ്മൾ പറഞ്ഞത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളാണ് ക്യാൻസർ പറഞ്ഞത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് നിപ്പ, കൊറോണ. ഇവയുടെയൊക്കെ എന്താണ് നിയന്ത്രണം? അതായത് സാംക്രമിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുടെ പ്രിവെൻഷൻ. ഇത് ഏത് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നു? പ്രിവെന്റീവ് ഫംഗ്ഷനിൽ. അടുത്തത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? പ്രസന്റ്ലി ഉള്ള രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ കൊറോണ ഉണ്ടായ സമയത്ത് ഒരുപാട് അവയർനെസ് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അവയർനെസ് ക്ലാസ്സുകള്, ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അവബോധം സൃഷ്ടിക്കുന്ന ബ്രേക്ക് ചെയ്യുന്ന ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ആരായിരിക്കും? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആരാണ്? ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ജീവനക്കാരാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സ് ആയിരിക്കുമല്ലോ, കെയർ പ്രൊവൈഡേഴ്സ് ആയിരിക്കും ഹെൽത്തുമായി ബന്ധപ്പെട്ട് വരുന്ന എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആ ഒരു അവയർനെസ് പ്രോഗ്രാംസില്? ആ രോഗത്തിന്റെ കാരണങ്ങൾ, അത് നിയന്ത്രിക്കേണ്ട പുതിയ മെഷേഴ്സുകൾ അല്ലെങ്കിൽ ആ രോഗം തടയാനുള്ള പുതിയ തരത്തിലുള്ള ടെക്നിക്സ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് എന്താണ് അത്തരം അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്നതിലൂടെ ഒരു പരിധി വരെ ഒരു രോഗത്തെ തടയുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഒക്യുപേഷൻ. ഒക്യുപേഷൻ എന്താണ്? അതെങ്ങനെ പ്രിവെന്റീവ് ഫംഗ്ഷനിൽ വരുന്നു? ഇപ്പൊ ഹോസ്പിറ്റലിനകത്ത് ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട് അല്ലെ, ഹോസ്പിറ്റലിനകത്ത് ജോലി ചെയ്യുന്ന വർക്കേഴ്സ്.
അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖം പിടിപെടാനുള്ള സാധ്യതയുണ്ടാവും അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൗസ് കീപ്പിംഗിൽ വർക്ക് ചെയ്യുന്നവര്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും തന്നെ എന്താണ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തില് വർക്ക് ചെയ്താൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഓക്യുപേഷൻസിലുള്ള എല്ലാ ജീവനക്കാർക്കും എന്താണ് രോഗാവസ്ഥ പകരാനുള്ള ഒരു സാധ്യത. ഓക്കെ, യെസ്. അപ്പൊ പ്രിവെന്റീവ് ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് supervision of normal pregnancies and childbirth. ഫസ്റ്റ് വരുന്നത് സാധാരണ പ്രഗ്നൻസിയുടെ മേൽനോട്ടം, അതുപോലെ എന്താണ് ചൈൽഡ് ബർത്തുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർവിഷൻസ് കൊടുക്കുക. സെക്കൻഡ് വൺ എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ സാധാരണ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർവിഷൻസ്. സി എന്താണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രോലോങ്ഡ് ഇൽനസ്. എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്? പകർച്ചവ്യാധികളുടെ നിയന്ത്രണം അല്ലെ? പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുക. ഏതൊക്കെയാണ്? കൊറോണ, നിപ്പ തുടങ്ങിയ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസുമായി ബന്ധപ്പെട്ട നിയന്ത്രണം. പിന്നെന്താണ്? ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുടെ പ്രിവെൻഷൻ, അതായത് പ്രോലോങ്ഡ് ഡിസീസസിന്റെ പ്രിവെൻഷൻ. അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഇതെല്ലാമാണ് പ്രിവെന്റീവിന് വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം. ഓക്യുപ്പേഷൻ, ഓക്യുപ്പേഷൻ എന്താണ്? ഹോസ്പിറ്റൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണ് ഓക്യുപ്പേഷൻ പറയുന്നത്. ഹോസ്പിറ്റലിനകത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് വരുന്ന രോഗാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പ്രിവെന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ മേഖലകളിലും എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് അവരോട് വർക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ജീവനക്കാരോട് നമ്മൾ ആവശ്യപ്പെടുന്നു. അതിന് വേണ്ട പ്രത്യേക ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അവർക്ക് പ്രത്യേക മെഷേഴ്സുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പരിശീലനങ്ങൾ. മനസ്സിലായത്? ഇതെല്ലാം ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് വരുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ അകത്ത് നടക്കുന്ന സർവീസസുകളാണ് നമ്മൾ പറയുന്നത്. എഡ്യൂക്കേഷൻ, അടുത്തതാണ് എഡ്യൂക്കേഷൻ. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നമ്മൾ ആർക്കൊക്കെ ഹോസ്പിറ്റലിനകത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ആരാണ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്? മെഡിക്കൽ ബിരുദധാരികള് അല്ലെ? മെഡിക്കൽ കോളേജസിൽ മെഡിക്കൽ ബിരുദധാരികള്, അതുപോലെ മെഡിക്കൽ സ്റ്റാഫുകള്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഓക്കെ, അവർക്കൊക്കെ എന്താണ് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നത്? ഹെൽത്ത് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോ ഓർത്തോ, ENT, ന്യൂറോ, അതൊക്കെ എന്താണ് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിദ്യാഭ്യാസങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ MBBS കഴിഞ്ഞ് PG എടുക്കുന്ന ആളുകളൊക്കെ ഇല്ലേ? MBBS കഴിഞ്ഞിട്ട് PG എടുക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ചിലപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ടാവും. അതേപോലൊപ്പം തന്നെ എന്താണ് MBBS കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നവരുണ്ടാവും. ഓക്കെ, nurses and midwives. Nurses and midwives. നഴ്സുമാർക്കോ midwives. Midwives ആരാണ്? midwives സൂതകർമ്മിണികൾ എന്ന് നമ്മുടെ മലയാളത്തിൽ പറയും. ആരാണ് midwives എന്ന് പറയുന്നത്? അസിസ്റ്റൻസ് ആണോ? അല്ല അല്ലെ? ആരാണ് ഇതിന്റെ midwives എന്ന് പറയുന്നത്? എവിടെയായിരിക്കും midwives നമുക്ക് കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ ലേബർ റൂം നമ്മൾ ചാപ്റ്റർ പഠിച്ചാലോ? ലേബർ റൂം പഠിച്ചിട്ടില്ല? കേട്ടിട്ടില്ലേ അത്? ഹലോ, പഠിച്ചു. അതില് midwives പറയുന്നുണ്ടല്ലോ. ആരാണപ്പോ midwives?
ലേബർ റൂമിന്റെ സമയത്ത് ലേബർ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന നഴ്സുമാരുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണെങ്കിൽ അസിസ്റ്റന്റ് അല്ല, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയില്ല, ലേബർ പേഷ്യൻസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കേഴ്സ് ആണ് ഇവിടെ മിഡ് വൈഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർ നഴ്സസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് ഹോസ്പിറ്റലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രഗ്നന്റ് ടൈമിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത്, പ്രഗ്നന്റ് ടൈം മീൻസ് ആ ലേബർ പീരീഡിന്റെ ടൈമിൽ കുട്ടികൾ എടുക്കുന്നതിന് അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടൊക്കെ എടുക്കുന്നതിന് നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മിഡ് വൈഫ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. ആരാണ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്? വേണ്ടിയിട്ട് മെഡിക്കൽ സോഷ്യൽ വർക്കുകൾ ആശാ വർക്കേഴ്സ് നമുക്കതിൽ ഉൾപ്പെടുത്താം അല്ലെ. മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, ഹെൽത്ത് ഇൻസ്പെക്ടറുകൾ ഉൾപ്പെടുത്താം. എന്താണ് മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരെയും നമുക്ക് എന്താണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്സിൽ, അതായത് സോഷ്യൽ വർക്ക്സുമായി പ്രൊമോട്ട് ചെയ്യുന്നവർ അല്ലെ. ഓക്കെ, സോഷ്യൽ വർക്കുമായി പ്രൊമോട്ട് ചെയ്യുന്നവർ, മെഡിക്കൽ സോഷ്യൽ വർക്കുമായി പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും നമുക്ക്, എല്ലാ ഹെഡ് പൊസിഷനിലുള്ളവരെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇതാണ് ഇവർക്ക് എങ്ങനെയാണ് ശരിക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്താണ് ഏതെങ്കിലും രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരായിരിക്കും സൊസൈറ്റിയിലേക്ക് അത് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. ഇനി പാരാമെഡിക്കൽ സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് അറിയാലോ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ? യെസ്, ഫാർമസിസ്റ്റുകൾ അല്ലെ. അവർക്ക് വേണ്ട പരിശീലനങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ ഹോസ്പിറ്റലിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ? കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്? അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണ മുന്നേ വന്ന സമയത്ത് ഇതൊക്കെ കൂടുതലായിരുന്നു അല്ലെ. പൊതുജനാരോഗ്യ മെച്ചപ്പെടുത്തുന്ന ക്യാമ്പയിൻസുകൾ ഉണ്ടായിരുന്നു. അതായത് പൊതുജനങ്ങൾക്ക് ഇത്തരം ഈ ഒരു അവസ്ഥയുടെ ഭീകരത എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിന്റെ ആ ഒരു ഭീകരത എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നതും ഹോസ്പിറ്റലിന്റെ ഇൻട്രാമുറൽ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, എഡ്യൂക്കേഷൻസിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ് പോലെ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, മെഡിക്കൽ ബിരുദധാരികള്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സുകള്, നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. മനസ്സിലായോ? എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ആർക്കാണെന്ന്? അടുത്തത് നമുക്ക് നോക്കാം റിസർച്ച്. Research. Physical, psychological and social aspects of health and diseases, clinical medicine, hospital practice and administration. Okay. Physical, psychological and social aspects of health and diseases. ഏതൊക്കെ മേഖലകളിലാണ് റിസർച്ച് നടത്തപ്പെടുന്നത്? അതായത് ആരോഗ്യത്തിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് പ്രോസസ്സുകൾ അല്ലെ, ഫിസിക്കൽ ആൻഡ് മെന്റൽ ആയിട്ടുള്ള റിസർച്ച് പ്രോസസ്സുകളാണ്. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മള് ഇനിയിപ്പോ വന്ന സമയത്ത് ഫസ്റ്റ് 1-2-3 ആൾക്കാർക്ക് വന്നത് അല്ലെ, ആ സമയത്ത് നമുക്ക് എന്താണ് അതിന്റെ ഒരു സീരിയസ്നെസ് അറിയില്ലായിരുന്നു. പിന്നീട് എന്താണ് സിറ്റുവേഷൻ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താൻ അല്ലെ. അതായത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുറെ പേർക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് തന്നെ അതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യാനായിട്ട് എന്നെ കാണാൻ പറ്റുന്നില്ലേ? മൈക്ക്, ക്യാമറയും മൈക്ക് ഒക്കെ ഓൺ ആണ് കേട്ടോ. റേഞ്ച് ഉണ്ടാവുമല്ലോ ചിലപ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം കൂടി വന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തത്? റിസർച്ച് ചെയ്യാനായിട്ട് ആരംഭിച്ചത് അല്ലെ. ഈ ഒരു അവസ്ഥ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യാനായിട്ട് അങ്ങനെ എന്താണ്, അതായത് എങ്ങനെയാണ് ഈ രോഗം വരുന്നതിന്റെ കാരണം, എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ്, എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്
അതുമായി ബന്ധപ്പെട്ട് എന്താണ് റിസർച്ച് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഓക്കെ, യെസ്, അതാണ് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജി, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ഡിസീസസിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാം, പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എന്താണ്, ഇപ്പൊ വന്ന സമയത്ത് ആകെ 34 പേർക്ക് ഇത് വന്നു, പിന്നീട് അത് പകരാൻ തുടങ്ങി അല്ലെ. അതൊക്കെ ഇതിന്റെ സോഴ്സസ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്താണ് മാർഗമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുക അല്ലെ. റിസർച്ച് ചെയ്ത് ഏത് സോഴ്സസിൽ നിന്നാണ് പകരുന്നതെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ക്ലിനിക്കൽ മെഡിസിൻ. എന്താണ് ക്ലിനിക്കൽ മെഡിസിൻസ് എന്ന് പറയുന്നത്? ഒരു രോഗം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്താണ് രോഗത്തിന് പ്രതിവിധി ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, മെഡിസിൻ ആണ് അല്ലെ. മെഡിസിൻസ്. അപ്പൊ അതിന് വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മള് കൊറോണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാക്സിനേഷൻസ് കൊണ്ടുവന്നു. ഏതൊക്കെ വാക്സിനാണ് നോക്കുന്നുണ്ടോ? കൊറോണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് വാക്സിൻ 2 വാക്സിൻ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് പേര്? കോവാക്സിനും പിന്നെ ബൂസ്റ്റർ കോവിഷീൽഡ് അല്ലെ. ഇപ്പൊ സിറ്റുവേഷൻ വന്നപ്പോ റിസർച്ചിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച വാക്സിൻസ് ആണ്. അതാണ് ക്ലിനിക്കൽ മെഡിസിൻസ് എന്ന രീതിയിൽ എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഓക്കെ, അതാണ് ക്ലിനിക്കൽ മെഡിസിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിച്ചതാണ്. കൊറോണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാക്സിനേഷൻ കണ്ടുപിടിച്ചത്. ഇനി ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ക്ലിനിക്കൽ മെഡിസിൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിലെ ആളുകളിലേക്ക് നമ്മൾക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. നമുക്ക് കണ്ടുപിടിച്ച മെഡിസിൻ നമുക്ക് ആളുകളിൽ പരീക്ഷിക്കാം. ഓക്കെ, യെസ്. അതുമായി ബന്ധപ്പെട്ട് കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം അത് രോഗത്തിനെ നിർണയിച്ചു. അതിനുശേഷം അതിന് വേണ്ടുള്ള മെഡിക്കൽ ക്ലിനിക്കൽ മെഡിസിൻസ് കണ്ടുപിടിച്ചു. പിന്നീട് എന്താണ്, അത് ആ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താണ് കൃത്യമായിട്ട് എല്ലാവരിലേക്കും ആ വാക്സിൻ എല്ലാവരേക്കും ലഭിച്ചു അല്ലെ. ഓക്കെ, ഓരോ പീരീഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കൊറോണ കാലഘട്ടം റിസർച്ച്. എന്താണ് റിസർച്ചിൽ വരുന്ന എന്തൊക്കെയാണ്? ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ആരോഗ്യത്തിന്റെയും രോഗത്തിന്റെയും എന്താണ് ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള വശങ്ങൾ കണ്ടുപിടിച്ചതിനു ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കുക, അതിന് വേണ്ട പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതാണ് ക്ലിനിക്കൽ മെഡിസിൻസിൽ ഉൾപ്പെടുന്നത്. റിസർച്ചിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ കണ്ടെത്തിയ മരുന്ന് മറ്റ് ആളുകളിലേക്ക് പരീക്ഷിക്കണം. ട്രീറ്റ്മെന്റ് തുടങ്ങാൻ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എല്ലാം ഏത് ഫംഗ്ഷനിൽ വരുന്നതാണ്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് വരുന്നതാണ്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസിന് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന സർവീസസുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് റീസ്റ്റോറേറ്റീവ്, ആരോഗ്യം പുനഃസ്ഥാപിക്കേണ്ട തരത്തിലുള്ള നടപടിക്രമങ്ങൾ, സർവീസസുകൾ. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് കെയർ ഓഫ് എമർജൻസീസ്. പ്രിവെന്റീവിൽ എന്താണ് വരുന്നത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്, സൂപ്പർവിഷൻ ഓഫ് normal growth and development of children, control of communicable diseases and prevention of prolonged illness, health education and occupation. Educations വരുന്നത് medical undergraduates, specialists, postgraduates, nurses and midwives, medical social workers, paramedical staff, community health education and research, physical, psychological and social aspects of health and diseases, clinical medicine, hospital practice and administration. വായിച്ചു നോക്കിയ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ക്ലിയർ ആണോ? പഠിക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് റീസ്റ്റോറേറ്റിന്റെ കീഴിൽ ഏതൊക്കെയാ വരുന്നുണ്ട്? ആ ഹെഡ് പോയിന്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. extramural function. Extramural function.
എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ എവിടെയാണ് എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ? ഔട്ട്സൈഡ് വാൾ ഓഫ് ഹോസ്പിറ്റൽ അല്ലെ? എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പുറത്ത് നടക്കുന്ന സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഒക്കെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റേഴ്സ്, നൈറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ആര്യ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. റീസ്റ്റോറേറ്റീവ് ഫംഗ്ഷന്റെ കീഴിൽ ഏതൊക്കെയായിരിക്കും വരുന്നത്? അപ്പൊ ഈ ഹെഡ് പോയിന്റ്സ് ഓർത്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. ഡയഗ്നോസിക്, കറക്റ്റീവ്, റിഹാബിലിറ്റേറ്റീവ്. അല്ലാതെ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ചോദിക്കില്ല കേട്ടോ. ഈ ഹെഡ് പോയിന്റ്സ് മാത്രം ചോദിക്കുള്ളൂ. എക്സ്ട്രാമുറൽ ഫംഗ്ഷൻസ് വരുന്നതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ്? OP പേഷ്യന്റ് സർവീസസ് അല്ലെ? ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്നതാണ് അതായത് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാം OP സർവീസസ്. ഹോം കെയർ സർവീസസ്. ഹോം കെയർ സർവീസസ് എന്താണ്? ഹോം കെയർ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് പരിചരണം കൊടുക്കുക അല്ലെ? ഡോക്ടേഴ്സ് വീട്ടിൽ വരുന്ന സിറ്റുവേഷൻസ് ആണ്, സർവീസസ് ആണ് എന്താ ഹോം കെയർ സർവീസസ്. എന്താ പറയാ, വയോജനങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ അല്ലെ? പാലിയേറ്റീവ് കെയർസ് എന്നൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ? ഹോം കെയർ സർവീസസ്, പാലിയേറ്റീവ് കെയർ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, മൊബൈൽ ക്ലിനിക്സ്. എന്താണ് മൊബൈൽ ക്ലിനിക്സ്? അതായത് നമ്മുടെ മൊബൈൽ ആപ്സ് വഴിയിട്ട് ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? മൊബൈൽ ആപ്സുകൾ വഴിയിട്ട്, അതായത് മെഡിക്കൽ ആപ്സുകൾ വഴി മൊബൈലിൽ നമ്മൾ എന്താണ് മെഡിസിൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. ഇപ്പോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ പറയാം. അത് ടെലിമെഡിസിൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ? മൊബൈൽ ക്ലിനിക്സിന് ടെലിമെഡിസിൻ പറയാൻ പറ്റുമോ? ടെലിമെഡിസിൻ സൗകര്യം കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് മൊബൈൽ ആപ്സ് വഴിയിട്ട് നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പൊ നമ്മുടെ ഈ ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുന്ന സമയത്താണെങ്കിൽ, ഫ്ലഡ് ഒക്കെ സംഭവിച്ച സമയത്ത് കുറെ പേർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായ സമയത്ത്, അതായത് ആ സിറ്റുവേഷൻ കഴിഞ്ഞ ഒരു കുറച്ചൊരു പരിധി വരെ അസുഖങ്ങൾ വരുന്ന സമയത്ത് മൊബൈൽ ക്ലിനിക്സ് അല്ലെങ്കിൽ ടെലിമെഡിസിൻ വഴിയാണ് നമുക്ക് ഹോസ്പിറ്റൽ സർവീസുകളൊക്കെ ലഭ്യമായിരുന്നത്. ഓക്കെ, അതിന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് സർവീസസ് ലഭിക്കാനായിട്ട് സാധിക്കുകയാണ് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡേ കെയർ സെന്റേഴ്സ്. ഡേ കെയർ സെന്റേഴ്സ് എന്താണ് ഡേ കെയർ സെന്റേഴ്സ്? അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മെഡിക്കൽ സർവീസസ് കൊടുക്കുന്ന സെന്ററുകളുണ്ട്. അതായത് ഒറ്റ ദിവസം, ഒരു ദിവസത്തെ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് തിമിര ശാസ്ത്രക്രിയയില്ലേ, കണ്ണിനൊക്കെ PHS പറയാം, തിമിര ശാസ്ത്രം PHS പറയാൻ പറ്റില്ലേ? നമുക്ക് ചെന്ന് ചിലപ്പോൾ രാവിലെ പോയി വൈകുന്നേരത്തിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകാൻ പറ്റും. ഓക്കെ, ഡേ കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്താണ് ഡേ കെയർ സെന്റേഴ്സിനൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഡേ കെയർ സെന്റേഴ്സിന്റെ ഉദാഹരണം സ്കാനിങ് സെന്റേഴ്സ് ഒക്കെ പറയാം. സ്കാനിങ് സെന്റേഴ്സ് ഡേ കെയർ സെന്റേഴ്സിന്റെ ഉദാഹരണം പോലെ പറയാവുന്നതാണ്. അതെന്താണ്, നമ്മൾ പോകുന്നു, സ്കാൻ ചെയ്യുന്ന അവിടെ തന്നെ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ അവിടെ തന്നെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്ത് തരും. പരിശോധിച്ചിട്ട് എന്താണ് സ്കാനിങ് റിപ്പോർട്ട്സ് എടുക്കുന്നത് നമുക്ക് പറഞ്ഞു തരാറുണ്ട് ചില സ്കാനിങ് സെന്റേഴ്സ്. അതൊക്കെ ഡേ കെയർ സെന്റേഴ്സിൽ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. പിന്നെ തിമിര ശാസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഒരാഴ്ചയെങ്കിലും പേഷ്യന്റ് കിടക്കേണ്ട ആവശ്യമുണ്ടോ? തിമിര ശാസ്ത്രക്രിയ ചെയ്യുമ്പോ കുറെ ദിവസം അഡ്മിറ്റ് ആവേണ്ടതാണോ? അല്ല, അതൊക്കെ രാവിലെ പോയി വൈകിട്ടുള്ളത് ചെയ്തിട്ട് വരാവുന്നതാണ്. അതൊക്കെ ഏതിൽ ഉൾപ്പെടാം? ഡേ കെയർ സെന്ററിൽ വരുന്നതാണ്. നൈറ്റ് ഹോസ്പിറ്റൽ, നൈറ്റ് ഹോസ്പിറ്റൽസ്. എന്താണ് നൈറ്റ് ഹോസ്പിറ്റൽ ചെയ്താ എപ്പോഴായിരിക്കും പ്രവർത്തിക്കുന്നത്? രാത്രി മാത്രമാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുക. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് രാത്രിയായിരിക്കും. എമർജൻസി സിറ്റുവേഷൻസിൽ എന്താണ് നൈറ്റ് ഹോസ്പിറ്റലുകൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നൈറ്റ് ഹോസ്പിറ്റൽസ് നൈറ്റ് രാത്രി മാത്രമാണ് അതിന്റെ പ്രവർത്തനം ഉണ്ടാക്കുക. എമർജൻസി സിറ്റുവേഷൻസിൽ എന്താണ് ഇത് അത്യാവശ്യമുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. മെഡിക്കൽ കെയർ ക്യാമ്പ്സ് മെഡിക്കൽ കെയർ ക്യാമ്പ് എന്താണ്? മെഡിക്കൽ കെയർ ക്യാമ്പ്സ് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ആണോ? അതെ അല്ലെ. നമുക്ക് ക്യാമ്പുകൾ ക്യാമ്പ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലെയും ഹോസ്പിറ്റലുമാനുബന്ധിച്ച് വരുന്ന പ്രദേശങ്ങളിലേക്ക് എന്താണ് ക്യാമ്പ്സുകൾ പ്രത്യേകിച്ച് കണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അല്ലെ. കണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് കണ്ണ് പരിശോധിക്കുകയും നമുക്ക് എന്താണ് ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഫ്രീ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യാറ് അല്ലെ. അപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ട കണ്ണട അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള മരുന്നുകള് എക്സെട്ര വിതരണം ചെയ്യാറുണ്ട്. ഇനി അത് ഓക്കെ കണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് മെഡിക്കൽ കെയർ ക്യാമ്പ്സില്? കണ്ണ് പരിശോധന മാത്രമാണോ? വേറെ എന്തൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരാം? അല്ലോ ബി പി ഷുഗറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ വെക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ക്യാൻസർ പരിശോധന ഈ നാനോഗ്രാമുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ക്യാൻസർ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്ന സമയത്ത് ഇത്തരത്തിൽ മെഡിക്കൽ ക്യാമ്പ്സ് പ്രവർത്തിക്കാറുണ്ട്. ഓക്കെ യെസ്. ഇതെല്ലാം ഏതിൽ പ്രവർത്തിക്കുന്നതാണ്? ഹോസ്പിറ്റലിൽ പുറത്തു കൊടുക്കുന്ന സർവീസസ് ആണ്. അതാണ് എക്സ്ട്രാ കുലറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് വാൾ ഓഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന് തന്നെയാണ് എങ്കിലും എന്താണ് പുറത്ത് പ്രവർത്തിക്കുന്ന സർവീസസുകളാണ്. ഏതൊക്കെ സർവീസസ് ആണ് എക്സ്ട്രാ കുലറൽ ഫംഗ്ഷനിൽ വരുന്നത്? ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഓക്യുപേഷൻ സർവീസസ്, ഹോം കെയർ സർവീസസ്. ഹോം കെയർ സർവീസസ് എന്താണ്? വീട്ടിൽ ചെന്ന് പരിചരണം കൊടുക്കുക. പാലിയേറ്റീവ് കെയർ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ വയോജനങ്ങൾ മാത്രമല്ല ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അതായത് ഡിസബിലിറ്റി വൈകല്യങ്ങളുടെ കുട്ടികൾ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് വേണ്ടി എന്താണ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഇല്ല, പക്ഷെ അവർക്ക് വേണ്ട അത്യാവശ്യ പരിഗണനകൾ കൊടുക്കാനായിട്ട് ഹോം കെയർ സർവീസസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മൊബൈൽ ക്ലിനിക്സ് എന്താണ്? മൊബൈൽ ആപ്സ് വഴിയിട്ട് ക്ലിനിക്കൽ സർവീസസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന സമയത്താണ്. ഡേ കെയർ സെന്റേഴ്സ് എന്താണ്? ഒരു ദിവസം മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഇങ്ങനെ പരിചരണം കൊടുക്കുന്ന സെന്റേഴ്സ് ആണ്. ആരോഗ്യ സെന്റേഴ്സ് ആണെങ്കിൽ ഡേ കെയർ സെന്ററുകൾ എന്ന് പറയുന്നത്. നൈറ്റ് ഹോസ്പിറ്റൽസ് രാത്രി കാലങ്ങളിൽ മാത്രമാണ് അവര് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷെ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. മെഡിക്കൽ കെയർ ക്യാമ്പ്സ് വിവിധതരം രോഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ക്യാമ്പ്സുകൾ ഉൾപ്പെടുത്താറുണ്ട്. ഇതിലെ ഫ്രീ സേവനങ്ങള് പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. These are the extramural infections. Okay. Okay. വായിച്ചു നോക്കിയോ? ക്ലിയർ ആണല്ലോ? എക്സ്ട്രാ ക്ലിയർ ആണല്ലോ? ചോദിച്ചോ കേട്ടോ. ചാപ്റ്റർ കഴിയുന്നു. നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഇട്ടു. ഓപ്പറേഷൻ തിയേറ്റർ ഹെൽത്ത് കെയർ
health care system in India. Then next വരുന്നത് ജസ്റ്റ് നമുക്ക് തുടങ്ങിയേക്കാം കേട്ടോ. ആക്സിഡൻസ് ആൻഡ് എമർജൻസി. ആക്സിഡൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതിൽ എന്താ ചോദിക്കണേ? അതിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞോളൂ. ചാപ്റ്റർ 3 കഴിഞ്ഞു. അഞ്ചായി. ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. കാണാമോ? Yes. കാണാമോ PDF? Chapter 7, Accident and Emergency Department. Accident and Emergency Department. Okay. നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ ഇത്? Yes. ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കട്ടോ. Yes, introduction നമുക്ക് നോക്കാം. The Accident and Emergency Department, A&E. A&E എന്ന് സൂചിപ്പിക്കുന്നത് Accident and Emergency Department ആണ് കേട്ടോ. Access and treat people with major trauma, serious injuries and illness, and those in need of emergency treatment. It is open 24 hours a day. In emergency patients with loss of consciousness, confusion, resistant severe chest or abdominal pain, stroke, breathing difficulties are also treated. Okay. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന് പറയുന്നത്? A&E. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ ചികിത്സ കൊടുക്കുന്നത്? പീപ്പിൾ വിത്ത് മേജർ ട്രോമ. ട്രോമ എന്താണ്? ട്രോമ ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങൾ അല്ലെ, ഇത്തരത്തിലുള്ള ആഘാതങ്ങള്, സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആൻഡ് ഇൽനസ്, എന്താണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ അല്ലെങ്കിൽ രോഗങ്ങള്, അല്ലെങ്കിൽ എന്താണ് ആൻഡ് ദോസ് ഇൻ നീഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെന്റ്. ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ എവിടേക്ക് എത്തിച്ചേരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേരുന്നത്. ഇനി എത്ര സമയം പ്രവർത്തിക്കുന്നതായിരിക്കും? It is open 24 hours a day. 24 മണിക്കൂറും ഇത് പ്രവർത്തന സജ്ജമാണ്. നമുക്കറിയാം എന്താണ് കാഷ്വാലിറ്റി എപ്പോഴും 24 മണിക്കൂറും വർക്കിംഗ് ആയിരിക്കും. In emergencies, patient with loss of consciousness,
confusion, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ലോസ് ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോധം നഷ്ടപ്പെടുന്നവരെ അല്ലെ, അടിയന്തരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ അൺകോൺഷ്യസ് ആവുന്നവരെ, ലോസ് ഓഫ് കോൺഷ്യസ് ആവുന്നവര്, ബോധം നഷ്ടപ്പെടുന്നവര്, എന്താണ് കൺഫ്യൂഷൻ. അതായത് കൺഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, കൺഫ്യൂഷൻ എമർജൻസി സിറ്റുവേഷൻസ് ആക്സിഡന്റ് സംബന്ധിച്ച് എന്താണ്, ചിലർ എന്താണ് അൺകോൺഷ്യസ് ആവാൻ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത, ആശയക്കുഴപ്പത്തിലാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഓർമ്മയുണ്ട് പക്ഷെ ഓർമ്മയില്ലാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പിച്ചും വേഗം പറയാന്നൊക്കെ പറയില്ല, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ടെൻസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള പേഷ്യൻസും ആ ഒരു സിറ്റുവേഷൻസിൽ എത്തിച്ചത്. അതായത് ചിലപ്പോൾ ആക്സിഡന്റ് മുന്നിൽ കണ്ട് പേടിച്ചവരുണ്ടായിരിക്കാം അല്ലെ, ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് അതിനെ ഉൾപ്പെടുത്താം. Persistent severe chest or abdominal pain, തുടർച്ചയായത് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള നെഞ്ചുവേദന അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിൻ, എന്താണ് വയറുവേദന. ഓക്കെ, സ്ട്രോക്ക് എന്താണ്, സ്ട്രോക്ക് പക്ഷാഘാതം, ആൻഡ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയുള്ള രോഗികളെയും ചികിത്സിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ഈ ആക്സിഡന്റ് കൂടാതെ തന്നെ എന്താണ് എമർജൻസി സിറ്റുവേഷൻസ് ആണ്, എന്തെങ്കിലും തരത്തിലുള്ള ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ബോധം നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ, പ്രത്യേകിച്ച് അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ എന്താണ് ചെസ്റ്റ് പെയിൻ ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പക്ഷാഘാതം സ്ട്രോക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്, അവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി it has alternative names. നോക്കൂ, നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ, കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ED, എമർജൻസി റൂം. ഈ 3 പേരുകളിലും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടാറുണ്ട്. കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ED, അതിന്റെ എക്സ്പാൻഷനും ഷോർട്ട് ഫോമും പഠിച്ചു വെക്കാം കേട്ടോ. എമർജൻസി റൂം അല്ലെങ്കിൽ എമർജൻസി റൂം എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടാറുണ്ട്. ഓക്കെ, കൂടി പറയാം. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയായിരിക്കും അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയായിരിക്കും, ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ, എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ സൗകര്യത്തിന് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് എൻട്രൻസ് ഫോർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ്. എല്ലാ വാഹനങ്ങളും ഒരേപോലെ കടത്തിവിടുന്ന തരത്തിലായിരിക്കുള്ളൂ എൻട്രൻസ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ആയിരിക്കുള്ളൂ കാഷ്വാലിറ്റിക്ക് ഉണ്ടായിരിക്കും അല്ലെ. സെപ്പറേറ്റ് എൻട്രൻസ്, അതുപോലെ തന്നെ മെയിൻ എൻട്രൻസിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാവുന്ന രീതിയിലായിരിക്കുള്ളത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് പ്രധാന എൻട്രൻസിൽ നിന്ന് മാറി എന്താണ് അടിയന്തര പ്രവേശനം എമർജൻസി സർവീസസ് എത്തിച്ചേരാനായിട്ടുള്ള സെപ്പറേറ്റ് എൻട്രൻസ് ആയിരിക്കും ഇതിന് കൊടുക്കുക, കാഷ്വാലിറ്റിക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, then ambulance parking area should be available. ambulance parking ഒരു പ്രത്യേകമായിട്ടൊരു ഏരിയ ഉണ്ടായിരിക്കും. then well marked proper lights and signs. എന്താണ് നന്നായി അടയാളപ്പെടുത്തിയ ശരിയായ ഇതുണ്ടായിരിക്കും, പ്രോപ്പർ ലൈറ്റിനിങ് ഉണ്ടായിരിക്കും, കൃത്യമായ സൈൻ എന്താണ്, സൈനുകൾ, സൈൻസ് എന്താ അടയാളങ്ങൾ അല്ലെ. വെൽ മാർക്കഡ് ആയിട്ടുള്ളത് പോലെ പ്രോപ്പർ ലൈറ്റിനിങ്ങും കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ, വളരെ റെഡ് ലെറ്റേഴ്സിലൊക്കെ എഴുതി വന്ന ബോൾഡ് ലെറ്റേഴ്സിലായിരിക്കും ഇത് എഴുതി വെച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈൻ ബോർഡ്സിൽ കൃത്യമായിട്ടവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം സ്ട്രീറ്റ്സ്. ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദ സ്ട്രീറ്റ്സ്. എന്താണ് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്നത് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഉള്ളത് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കും അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
Then close to medical record department, elevators, radiology, laboratory, reduced operation cost and critical time. ഇനി നമ്മുടെ ഈ കാഷ്വാലിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അടുത്തായിട്ടായിരിക്കും? പ്ലസ് വൺ ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും. പിന്നെ എന്താണ്? എലവേറ്റേഴ്സ്, ലിഫ്റ്റ് സൗകര്യത്തിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും. ഇപ്പൊ ഇൻ കേസ് ഓഫ് എമർജൻസിയിൽ എന്താണ് നമ്മൾ ഐസിയുലൊക്കെ മാറ്റണമെങ്കിൽ എത്രയും ലിഫ്റ്റിന്റെ ആവശ്യം വന്നേക്കാം അല്ലെ? അപ്പൊ എലവേറ്റേഴ്സ് ഉണ്ടായിരിക്കും. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഫ്രാക്ചർ ഒക്കെ ആയിട്ടാണ് വരുന്നെങ്കിൽ ഉടനെ തന്നെ എക്സ്റേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ലബോറട്ടറി, ലാബ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം തൊട്ടടുത്ത് വെച്ചിരിക്കുന്നത്? റെഡ്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കണം. അപ്പൊ സമയം കളയാനില്ല, ശരിക്കും ഒരു ജീവൻ രക്ഷിക്കുന്നതായിരിക്കും ചിലപ്പോൾ എമർജൻസിയിലേക്ക് വരുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ റെഡ്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഇത്തരത്തില് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തതായിട്ട് തന്നെ ആ പ്ലാറ്റ്ഫോമിന് തൊട്ടടുത്തതായി തന്നെ പ്രധാന സ്ഥലങ്ങളെല്ലാം സിറ്റുവേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഇതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കും. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? വെൽ മാർക്ക്ഡ് ആൻഡ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദ സ്ട്രീറ്റ്. നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് എളുപ്പത്തിൽ കാണാവുന്നത്, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ്? പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ്? മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്സ്, എലവേറ്റേഴ്സ് ആൻഡ് റേഡിയോളജി, ലബോറട്ടറി ആൻഡ് റേഡിയോളജി ആൻഡ് ലബോറട്ടറി. ക്രിട്ടിക്കൽ ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെയായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, ഇത് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഡിസൈൻ തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതിൽ ചോദിക്കാനുണ്ടോ? ഇതുവരെ ഇത് ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. Thank you. Thank you. Have a nice day.